നമസ്കാരം, സജീവിതരക്കാരനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു രുചിയിടം തേടി പോകുന്നത് ആര്യനാടാണ്. അപ്പോൾ ആര്യനാട് പോകുന്ന വഴിയിലെ സ്ഥലങ്ങളും കൂടെ പരിചയപ്പെടാം. ഇതാണ് പറണ്ടോട് ജംഗ്ഷൻ. പറണ്ടോട് ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത് നമ്മൾ വലിയ കലങ്ങ് ജംഗ്ഷനാണ്. അതും ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ആര്യനാട് ജംഗ്ഷനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആര്യനാട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഇടത്തെ സൈഡ് ഉണ്ട്, കടയുണ്ട് എന്തായാലും. അപ്പോൾ ഇതാണ് കേരള സ്പൈസി ഹോട്ടൽ. നമ്മൾ കുറച്ച് താമസിച്ചാണ് ഇവിടെ എത്തിയതെങ്കിലും ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ്. 2 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ ഞങ്ങൾ 2 പേര് ഊണാണ് ഓർഡർ ചെയ്തത്, 2 പേർക്ക് ബിരിയാണി. അപ്പോൾ എന്തായാലും ഊണ് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല വാഴയിലയിൽ ഊണ് വിളമ്പി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ബിരിയാണി എത്തിക്കഴിഞ്ഞു. ചോറിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് പരിപ്പ് കറിയാണ് എടുത്തിട്ടുള്ളത്. ഒരാൾക്കും കൂടെ ബിരിയാണി കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കും കൂടെ ബിരിയാണി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ കുറച്ച് അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്. മരിച്ചിനി നല്ല മീഡിയം പരുവത്തിൽ ഇളക്കിയ മരിച്ചിനിയാണ്. അതിൽ കുറച്ച് മീനിൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ച്. അപ്പോൾ ഊണിൻ്റെ കൂടെ നല്ല അടിപൊളി കൊഴിയാള ഫ്രൈയും കൂടെ നമ്മളെ കടയുടെ ഓണർ സയ്യിദാണ് നമുക്ക് വിളമ്പി തരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള മീൻ, അതുപോലെ മരിച്ചിനി, ഒരു പച്ചടിയുണ്ട്, അതുപോലെ ഒരു കൂട്ടുകറി, പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാർ, പരിപ്പ്, അതുപോലെ ഒരു ബീഫ് ഫ്രൈ വാങ്ങിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് പപ്പടവും പൊടിച്ച് ഒന്ന് കഴിച്ചു നോക്കാം. കുറച്ച് മീനിൻ്റെ ഗ്രേവിയും കൂടെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ നാടൻ രുചികരമായിട്ടുള്ള കറികൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്, സൂപ്പർ. ഇനി നമുക്ക് മീൻ ഫ്രൈയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ രുചി കുറച്ച് മരിച്ചിനിയും കൂടെ എടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ഇവിടുത്തെ ഊണിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു ഊണും ഒരു മീൻ വറുത്തതും കൂടെ 100 രൂപ മാത്രമേ ഉള്ളൂ. മീൻ വറുത്തത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇനി ബീഫ് ഫ്രൈ വാങ്ങിയതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കുറച്ച് മരിച്ചിനിയിൽ ഒരു ബീഫ് ഫ്രൈയും ഒരു സവാളയൊക്കെ എടുത്ത് വെച്ചിട്ട് അതും കൂടെ ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ബീഫ് നല്ല സ്ലോ കുക്കിൽ കിടന്ന് നന്നായിട്ട് പാകത്തിന് വെന്തുടഞ്ഞൊരു ബീഫ് തന്നെ, അടിപൊളിയായിരുന്നു. മീൻ ഫ്രൈയിലെ മസാലക്കൂട്ട് കൊള്ളാം, നല്ല ടേസ്റ്റായിരുന്നു. അതിൽ പൊടിയാണ് നല്ല ടേസ്റ്റും, സവാളയും കൂടെ ആകുമ്പോൾ നല്ല രുചിയായിരുന്നു. പലർക്കും ഫുഡ് കഴിക്കുമ്പോൾ പല ടേസ്റ്റായിരിക്കും. നമ്മളിപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള ഒരു ഫുഡാണ് ഇതെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കഴിച്ചായിരുന്നു. അതുപോലെ ബിരിയാണിയും വളരെ നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ തോരനും കൂടെ ഓർഡർ ചെയ്തു. ഇതൊരു നാടൻ ചിക്കൻ തോരനാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കുഴപ്പമില്ല, തോരനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൽ നല്ല വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റൊക്കെ മുമ്പിൽ നിൽപ്പുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പേര് കഴിച്ചിട്ട് വെറും 570 രൂപയേ ആയിട്ടുള്ളൂ. അപ്പോൾ ആര്യനാട് വരുമ്പോൾ സയ്യിദിൻ്റെ ഹോട്ടൽ കേരള സ്പൈസിയിൽ വരിക, അവിടെ വന്ന് ഫുഡ് കഴിച്ചു നോക്കുക. അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് ആര്യനാട് ജംഗ്ഷനിലാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.